മൊയിന വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം മൊയിന നമുക്ക് എങ്ങനെ ആയി, ഇത്രയധികം മൊയിനയിൽ നമ്മൾ എങ്ങനെ എത്തി എന്നുള്ളതിൻ്റെ വീഡിയോ ഇതിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് നമ്മളിങ്ങനെ മൊയിന ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പം വീഡിയോ നിങ്ങൾ കാണുക, മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എൻ്റെ കയ്യിലുള്ള ഈ 2 ബേസനിൽ എത്രത്തോളം നമുക്ക് മൊയിന കാണാൻ പറ്റും നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതിൽ മൊയിനയില്ല, മൊയിന കുറവല്ലേ, ഇതിലും മൊയിന കുറവാണ്. മൊയിന കാണാൻ പറ്റുന്നില്ലല്ലോ. ഇതെല്ലാം ആർട്ടിമിൻ്റെ പൊടിയാണ്, എന്നാലും മൊയിന കുറച്ചുണ്ട്. ഇതിൽ രണ്ടിലും നല്ലപോലെ മൊയിന നിറഞ്ഞൊഴുകാൻ വേണ്ടി നമ്മൾ ഒരു ടിപ്പ് ചെയ്യാം. കച്ചിപ്പുല്ല് കിഴികെട്ടി കപ്പളങ്ങൻ്റെ ഇല കിഴികെട്ടിയിട്ട് നമ്മൾ ഇടുക. ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും റിസൾട്ട് എന്ന്, എങ്ങനെ ഇതിനകത്ത് മൊയിന ഉണ്ടാവും. നിങ്ങളിപ്പോൾ നോക്കിക്കോ, ഞാനിതാ ഈ വീഡിയോ നിങ്ങളിതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൊയിന വളരെ കുറവാണ്. കണ്ടോ, ഇതിനകത്ത് മൊയിന ഇല്ല, മൊയിന ഇതിലും വളരെ കുറവാണ്. ഈ കാണുന്നതൊക്കെ കുറച്ചേ ഉള്ളൂ മൊയിന, ഇതിൽ ഇതേപോലെയുള്ളത്. അപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് നമുക്കിവിടെ എങ്ങനെയായിരിക്കും ഇതിനകത്ത് മൊയിന ഉണ്ടാവുകയാണ്, എത്രത്തോളം നമുക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടും നോക്കാം. ഈസ്റ്റ് നമ്മൾ ഒഴിക്കും കേട്ടോ, ഈസ്റ്റ് ഒഴിക്കാണ്ടിരിക്കൂല, ഈസ്റ്റ് നമ്മൾ ഒഴിക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം, നാളെ എങ്ങനെ ഉണ്ടാവും നോക്കാം. അങ്ങനെ ഒരാഴ്ച വരെയുള്ള വീഡിയോ നമുക്ക് നോക്കാം, എങ്ങനെ മാറ്റം വരുന്നു, എത്രത്തോളം നമുക്ക് സക്സസ് ആവും നമുക്ക് നോക്കാം. ഈസ്റ്റ് ഒഴിക്കാണ്ടിരിക്കരുത്, ഈസ്റ്റ് ഒഴിക്കണം. ഈസ്റ്റ് ഒഴിക്കുമ്പോൾ ഇതിലും കൂടുതൽ പെരുകും, നന്നായി വരും. കേട്ടോ, പറഞ്ഞിരുന്നു നമ്മൾ ബേസലിൽ ഞാൻ മൊയിനേനെ ഇട്ടിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മളതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അതാ നിങ്ങളിവിടെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ എത്രത്തോളം സക്സസ് ആയി നിങ്ങൾ നോക്ക്. അന്ന് നിങ്ങൾക്ക് കാണിച്ച പിത്തക്കാനും മൊയിന ഇല്ലായിരുന്നു, ഇപ്പം കണ്ടോ ഫുള്ളും മൊയിനയാണ്. ഇത് കണ്ടോ നിറച്ച് മൊയിനയാണ്, നമുക്ക് നല്ല വിജയം കിട്ടിയിട്ടുണ്ട്. ഇപ്പുറത്തേനകത്തും വെച്ചത് അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പുറത്തേനകത്ത് നിറച്ച് നമുക്ക് മൊയിനേനെ കിട്ടിയിട്ടുണ്ട്. എല്ലാം മുകളിൽ വന്നിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. കണ്ടോ, നമ്മളെ മൊയിനയുടെ റിസൾട്ടാണ് കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാകുന്ന മൊയിനയുടെ റിസൾട്ടാണ്. കണ്ടോ, മൊയിന പെരുകി നിറഞ്ഞിട്ട് കണ്ടോ, ഒരാഴ്ച കൊണ്ട് നമുക്ക് കിട്ടിയ റിസൾട്ടായത് കേട്ടോ. മൊയിന ചാകരയാണ്. ഇതേപോലെ തന്നെയാണ് ഇപ്പുറത്തുള്ളത്. അതുപോലെ മൊയിന നിറഞ്ഞു കിടക്കുകയാണ് ഇപ്പുറത്ത്. രണ്ടിലും കൂടിയിട്ട് നിറച്ച മൊയിനയാണ്. ഒരു സൈഡ് ഇങ്ങനെ എല്ലാവരും വന്ന് കിടക്കുന്നുണ്ട്. പോകാം, എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് മൊയിന. ഇത് കണ്ടോ, ഫ്രിഡ്ജ് ബോക്സിൽ അതുപോലെ തന്നെ നിറഞ്ഞിട്ടാണുള്ളത്, മൊയിന നിറഞ്ഞിട്ടുള്ളത്. മൊയിന നല്ല ഈ സൈഡ് ഭാഗമൊക്കെ കണ്ടോ, നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ സൈഡ് ഭാഗം നോക്കിക്കുക നിങ്ങൾ. കണ്ടോ നിറച്ച് മൊയിനയാണ്, നല്ല ചാകരയായിട്ട് കിടപ്പുണ്ട്. ഈ ഭാഗമുണ്ട്, ഇത് ഈ സൈഡ് മൊത്തം മൊയിനയാണ്, നിറച്ച് മൊയിനയാണ്, നിറയെ മൊയിനയാണ്. ലൈറ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം. നിറയെ മൊയിനയത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇത്രയും മൊയിന നമുക്ക് കിട്ടിയതിൻ്റെ റിസൾട്ട് കിട്ടിയത് കച്ചിപ്പുല്ല് കിഴികെട്ടിയിട്ട് കപ്പളങ്ങയുടെ ഇല ചുരുട്ടി അതും കിഴികെട്ടിയിട്ടിട്ടാണ് നമുക്ക് ഇത്ര അധികം നമുക്ക് റിസൾട്ട് കിട്ടിയത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈസ്റ്റ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മൊയിന പെറ്റ് പെരുകും. കണ്ടോ സൈഡ് മൊത്തം ഈ ടാങ്ക് നിറച്ചും മൊയിനയാണ്.
നമുക്ക് ഇതിൻ്റെ സൈഡ് നടു സെൻറ്ററിൽ ഉണ്ടാവില്ല, പക്ഷേ ഓരോ സൈഡ് ഭാഗത്ത് നിറച്ചും മൊയിന. ഏറ്റവും നന്നായിട്ട് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാടുണ്ട്. ഞാനിതിനകത്ത് നിന്ന് എത്ര കോരി എടുത്താലും ഇതിൽ തീരൂല, ഇഷ്ടംപോലെ ഉണ്ടാവും. നമ്മൾ എടുക്കണം ഇതിനകത്തുനിന്ന്, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടുത്തതിന് ഇതിൽ സ്പേസ് ഉണ്ടാവുള്ളൂ. നമ്മൾ എടുക്കണം, നല്ല പോലെ എടുക്കണം. ഞാൻ നല്ല പോലെ കോരി എടുക്കുന്ന എൻ്റെ ഫൈറ്റർ കുഞ്ഞുങ്ങൾക്കും ഗബ്ബി കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കാൻ എടുക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ കപ്പളങ്ങൻ്റെ ഇല കിഴികെട്ടി ഇട്ടയാണ്. ഇത് കച്ചിപ്പുല്ലാണ്, ഇത് കച്ചിപ്പുല്ല്. ഇത് കണ്ടോ, ഈ കച്ചിപ്പുല്ലാണ് ഇത് മൊത്തം. ഈ കച്ചിപ്പുല്ല് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി വെള്ളത്തിൽ. പിന്നെ ഇതുപോലെ വലിയ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ മൊയിന ഉണ്ടാക്കുന്നുണ്ട്, ഫ്രിഡ്ജ് ബോക്സിൽ ഉണ്ടാക്കുക, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ യൂട്യൂബേഴ്സാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.